തിരുവാലി ഹയർ സെക്കൻഡറിയിലെ 7 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത സംഭവം ചെയ്യാത്ത കുറ്റത്തിനാണ് നടപടി നേരിട്ടതെന്ന് വിദ്യാർത്ഥിനികളിൽ ഒരാൾ. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി നൽകി. ക്ലാസ് നടക്കുന്നതിനിടെ റീൽസ് ചിത്രീകരിച്ചു എന്നാരോപിച്ചാണ് ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 7ഓളം പേരെ സസ്പെൻഡ് ചെയ്തത്. കഴിഞ്ഞ 11-നാണ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലിരുന്ന വിദ്യാർത്ഥികൾ മൊബൈലിൽ വീഡിയോ ചിത്രീകരിച്ചത്. എന്നാൽ വീഡിയോ എടുക്കുന്നത് താൻ കണ്ടിരുന്നില്ലെന്നും അപ്രതീക്ഷിതമായി പേര് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് ഉണ്ടായിരുന്നതെന്നും സസ്പെൻഡ് ചെയ്ത നടപടി മാനസികമായി ബാധിച്ചതായും പെൺകുട്ടി പറഞ്ഞു. ഞാൻ തിരുവാലി സ്കൂളിലാണ് പഠിക്കുന്നത്. +2 പഠിക്കുകയാണ്. എൻ്റെ പേര് തമന്ന. ഞാൻ ഒരു ദിവസം സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഇന്നിങ്ങനെ അനൗൺസ്മെന്റ് ഇങ്ങനെ ചെയ്തപ്പോൾ ലാസ്റ്റ് എൻ്റെ പേര് ഇങ്ങനെ കേട്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി. ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേനു. പിന്നെ ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, വീഡിയോ എടുത്ത പ്രശ്നമുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞപ്പോൾ കുറേ ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ കാര്യം അറിയുന്നത്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒറ്റയടിക്ക് പറഞ്ഞു സസ്പെൻഡ് ചെയ്തിങ്ങനെ 15 ദിവസം സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാരൻസ് വന്നിട്ട് എന്താ വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ഇടങ്ങാറായി. കാരണം പാരൻസിനെ വിളിക്കുമ്പോൾ നമുക്ക് പാരൻസ് ആകെ ഷോക്ക് ആവുമല്ലോ കരുതിയിട്ട് ഇതായി. അപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു 15 ദിവസമാണ് ഇങ്ങനെ തരുന്നത്. പിന്നെ എൻ്റെ ഒപ്പം 7 പേരാണ് പഠിക്കണേ. ഈ 7 പേര് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കണേ. 4 ഗേൾസും 3 ബോയ്സും. അപ്പോൾ ഈ 3 ബോയ്സിൽ 2 ബോയ്സിന് ഒരു മന്താണ് കൊടുത്തിരിക്കണത്. ഒരു ബോയിന് 1 ഇയർ ഫുള്ള് കൊടുത്തിരിക്കണേ. ജസ്റ്റ് ഒരു ഫോൺ കൊടുക്കുന്ന പേര് കേസിൽ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇവർ പറഞ്ഞു എന്താ പാരൻസിനെ വിളിക്കണം, നാളെ പാരൻസിനെ കൊണ്ട് വന്നാൽ മതി പറഞ്ഞപ്പോൾ അപ്പോഴും ഞാൻ ആകെ ഷോക്കായി. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഉമ്മക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഉമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഉമ്മ കുറെ എന്നെ ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ ആകെ ഇതായി. അപ്പൊ ഇങ്ങനെ സ്കൂൾ പോയപ്പോ ടീച്ചേഴ്സ് ഉമ്മാട് പറഞ്ഞു എന്താ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തു മോളെ. ടീച്ചേഴ്സിനെ പറഞ്ഞാണ് ഓളെ ഭാഗത്ത് തെറ്റില്ല, പക്ഷെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യണമെന്ന് വന്നു. അപ്പൊ ഇങ്ങനെ ഉമ്മ ആകെ ഇമോഷണലി ഇതായി. ഇപ്പൊ അറിഞ്ഞിട്ടില്ലേനു, ഉപ്പാട് പറയേണ്ട കരുതിയേനു, പക്ഷെ ഇപ്പാനോട് പറയേണ്ട അവസ്ഥ വന്നു. അപ്പൊ പിന്നെ ഇപ്പാനോട് പറഞ്ഞപ്പോ ഇപ്പ പറഞ്ഞു ഇങ്ങനെ നമുക്ക് സ്കൂളിൽ പോയോക്കാം, എന്താ പറയണോക്കാ പറഞ്ഞപ്പോ ഇപ്പാനും കുറെ ഇതാക്കി വിട്ടു, ഒന്നും ചെയ്തില്ല. അപ്പൊ എനിക്ക് നല്ല ഇടങ്ങാറായി. ഞാൻ കുറെ റൂമിൽ കുറെ ഒറ്റക്കൊക്കെ ഇരുന്ന് എനിക്ക് നല്ല സങ്കടമായി. എനിക്ക് എന്താ ചെയ്യേണ്ടി അറിയൊന്നുമില്ലേനു. ലാസ്റ്റ് ഇപ്പ എനിക്ക് ഇടങ്ങാറാണ്ട് എഴുതിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി, കുഴപ്പമൊന്നും ഇല്ലാതെ ഇതാക്കി. അങ്ങനെ ഞാൻ സസ്പെൻഡ് ചെയ്തെന്ന് അറിഞ്ഞ കാരണത്താൽ ഞാനിവിടെ PTA ഇവിടെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, അവരോട് വിവരം പറഞ്ഞു. അതുപോലെ ഒരു PTA മെമ്പർ ഉണ്ട്, അയാളോടും വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല, ഈ കുട്ടികളെ സസ്പെൻഡ് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു ജനപ്രതിനിധി വാർഡ് മെമ്പർ ബാബു എന്ന് പറയും. അപ്പോൾ ഞാൻ ബാബുവിനോട് ഇത് പോയി അവതരിപ്പിച്ചു. നമ്മളെല്ലാ കാര്യവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയലുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ബാബു പറഞ്ഞു നമുക്ക് പോയി നോക്കാൻ എന്താ പ്രശ്നം. അങ്ങനെ ബാബു എൻ്റെ കൂടെ വന്നു. ഞങ്ങളവിടെ പോയി ചോദിച്ചപ്പോൾ അവർ ആ ഡിസിപ്ലിൻ കമ്മിറ്റി ഞങ്ങൾ ചോദിക്കണേന്നൊരു മറുപടി പറയണില്ല. ഒന്ന്. രണ്ടാമത്തെ അവർ പറയണത് നിങ്ങൾക്കൊരു എക്സ്ക്യൂസും ഇല്ല, മോക്കും എക്സ്ക്യൂസും ഇല്ല. അപ്പം എന്താണ് കാരണം ചോദിച്ചപ്പോൾ ഈ ഫോട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോട്ടോക്ക് വേണ്ടിയിട്ട് കുട്ടീനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഞങ്ങളോട് കയർത്ത പറഞ്ഞു. ഒരു ജനപ്രതിനിധി ഉള്ള ആള് ശരിക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അയാളെ അവിടുന്ന് അവർ എന്താ പറയുക ഞങ്ങൾ ആട്ടി പിടിച്ച മാതിരി കാട്ടിക്കണം. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. മോളും മാനസികമായിട്ട് തകർന്നു നിൽക്കുകയാണ്. കാരണം ഞാനിപ്പോൾ ഒരു 4 ദിവസം മുന്നേ മോളെ ഞാൻ ഇപ്പോൾ മൈസൂർ ഭാഗത്തൊക്കെ കൊണ്ടുപോയി. അപ്പം നമുക്ക് നമ്മളെ മക്കളല്ലേ, നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ലേ. ഓള് എന്തെങ്കിലും ചെയ്താലും എന്ത് ചെയ്യുക. ഇപ്പം ഈ ചെറിയ കുട്ടികളാണ്, ഇപ്പം ഈ തെറ്റുകൾ കുട്ടികൾ ചെയ്യും. പക്ഷെ ആ തെറ്റിനനുസരിച്ച് അവർ ഉപദേശിച്ചു കൊടുക്കുക വേണ്ടതൊന്ന്. രണ്ടാമത് നമ്മളെക്കാട്ടും അറിവും വിവരം അവർക്കുണ്ട്, അവർ പറഞ്ഞു കൊടുക്കുക വേണ്ടത്. നാളെ എൻ്റെ മോളെന്തെങ്കിലും ചെയ്തു അവർ ഉത്തരവാദിയാവോ? കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായിട്ടാണ് തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും PTA ഭാരവാഹികളും പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ 7 കുട്ടികൾക്കുണ്ടായ ദുരനുഭവം. 7 കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് പല രീതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ വരുന്ന വിവരം. കഴിഞ്ഞ മാസമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ 7 കുട്ടികൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള സസ്പെൻഷൻ വന്നിട്ടുണ്ട്. ഒന്ന്, ഇവർ ആരോപിക്കുന്ന വിഷയം കുട്ടികൾ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു എന്നുള്ളതാണ്
ഇവർ ആരോപിക്കുന്ന വിഷയം. മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് വീഡിയോ എടുത്തു എന്നുള്ളതാണ്. അത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ്, കുട്ടികളിൽ ആവർത്തിക്കാൻ പാടില്ലാത്തതാണ് എന്ന കാര്യത്തിൽ തർക്കമല്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമായി ആ വീഡിയോയിൽ ഉൾപ്പെട്ട കുട്ടികളെ അടക്കം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്. ഈ കുട്ടികളെ വിളിച്ച് താക്കീത് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഈ കുട്ടികളെ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കേണ്ട ഒരു വിഷയം, രക്ഷിതാക്കളെ വിളിച്ച് ഈ വിഷയം പറയേണ്ട ഒരു കാര്യം, ഈ കാര്യത്തിലാണ് ഒരു കുട്ടിയെ ഒരു അധ്യയന വർഷം പൂർണ്ണമായും സസ്പെൻഡ് ചെയ്തത്. ബാക്കി 7 കുട്ടികളെയും 30 ദിവസമായിട്ടും 15 ദിവസമായിട്ടും സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോൾ, സ്കൂൾ അധികൃതരോട് സംസാരിച്ചപ്പം അവർ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനമാണ് സ്വീകരിച്ചത്. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വിരുദ്ധമായിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം നിലവിൽ ഈ കുട്ടികൾ വീഡിയോയിൽ പെട്ടു എന്നതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത കുട്ടി ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും പരാതി കൊടുത്തിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 6ഓളം വിദ്യാർത്ഥികളെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ ചാനൽ പട്ടാമ്പി.